ഈ വർഷം കുറേ ബ്രഹ്മാണ്ഡ പടങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ. അയാം ഗെയിം, ടിക്കി ടാക്ക്, ആട് 3, കത്തനാര്. അപ്പോൾ ചേച്ചിക്ക് എക്സൈറ്റിംഗ് ആണെന്ന് തോന്നുന്ന 2-3 ഫിലിം ഏതായിരിക്കും? എല്ലാം കാണാം. പ്രത്യേകിച്ച് അങ്ങനെ പേരൊന്നുമില്ല. എല്ലാം കാണാം. എല്ലാ സിനിമകളും നന്നായി വരട്ടെ, എല്ലാം നന്നാവട്ടെ എന്നാണ് ആഗ്രഹം. എല്ലാ വർഷവും ഇറങ്ങുന്ന എല്ലാ പടം കാണാറുണ്ട്? അങ്ങനെയൊന്നുമില്ല, എല്ലാം കാണാറൊന്നുമില്ല. എനിക്ക് ഫീൽ ചെയ്യുന്ന സിനിമകൾ, ഞാൻ കുറച്ച് ഒരു ഫീൽ ഗുഡ് പടങ്ങളുടെ ആളാണ്. ഇതിനെ കുറിച്ചൊന്നും കേട്ടില്ല. അയാം ഗെയിം, ടിക്കി ടാക്കിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല. കേട്ടു, പക്ഷെ അങ്ങനെ ശ്രദ്ധിച്ചില്ല അതിനെ പറ്റിയിട്ട്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ വലിയ സിനിമകൾ നോക്കിയിരിക്കുന്ന ഒരാളോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് കുറച്ച് സിനിമകൾ, ഫീൽ ഗുഡ് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അത് വലിയ പടമോ ചെറിയ പടമോ അങ്ങനെ നോക്കിയിട്ടല്ല ഞാൻ സിനിമകളെ ചൂസ് ചെയ്യുന്നത്, കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് ഫീൽ ഗുഡ് ആയിട്ടുള്ള സിനിമകളോട് ആണ് താല്പര്യം. അപ്പം അങ്ങനെയുള്ളത് വരുമ്പോഴാണ് പോയി കാണാറുള്ളത്. ഒന്നും കണ്ടിട്ടില്ല. കുറേ സിനിമകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആശകളായാലും ഇതെല്ലാം മനോമിയൊക്കെ ഇറങ്ങി, ഒന്നും കാണാൻ പറ്റിയില്ല. തിരക്കായിരുന്നു, കണ്ടില്ല. ചേരാമേട്ടൻ്റെ കടമാണല്ലോ. ഇന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ബിയുണികൃഷ്ണൻ ഞാൻ കണ്ടിരുന്നു. എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിയുണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിജു മേനോൻ വന്നിട്ടില്ല, പ്രൊമോഷൻ്റെ പരിപാടികൾക്ക് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മീഡിയാസിനെ അറിയിക്കുന്നു. പക്ഷേ അതിൽ ഇത് പബ്ലിഷ് ചെയ്തതിൻ്റെ ചില കമൻറ്റ് വന്നത് പറഞ്ഞാൽ ഇത് ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിച്ചിട്ട് ഡീലാക്കേണ്ട ഒരു കാര്യം ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ രീതിയിലാണ് ബിജു മേനോനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കുറേ ആളുകൾ കമൻറ്റ് ഇടുന്നത്. പിന്നെ എല്ലാ പടങ്ങൾക്കും പ്രൊമോഷൻ ആവശ്യമില്ലല്ലോ, പ്രണവ് മോഹൻലാൽ എവിടെയാണ് പ്രൊമോഷൻ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പ്രേക്ഷകരുടെ പ്രതികരണം എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഷീല ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഇതിൽ? അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മീഡിയാസിനെ അറിയിക്കേണ്ട ആവശ്യമുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ശരിയാണ്. ഒന്നിൽ തന്നെ സെറ്റിൽ ചെയ്യണം. പക്ഷെ അത് പറ്റിയിട്ടുണ്ടാവില്ല, അതെനിക്കറിയില്ലല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ടവർ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രസ് മീറ്റ് ആയിരുന്നു. ഞാൻ കണ്ടില്ല കേട്ടോ. എന്തോ ഒന്ന് മിന്നായം പോലെ കണ്ടു. എന്താണെന്ന് ശ്രദ്ധിക്കാനുള്ള തിരക്കിലായിരുന്നു എന്ന്. അപ്പം എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എന്തോ കണ്ടു, ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ വിറ്റുകണ്ണിനെ പറ്റി പറയുന്ന മറ്റേ കുറച്ച് അസോസിയേഷൻ ആൾക്കാരെ കണ്ടിരുന്നു. എന്നെ അന്ന് ഞാൻ തിരക്കിയില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആസ് എ പ്രൊഡ്യൂസർ എന്ന നിലയിൽ എങ്ങനെയായിരിക്കും ചേച്ചി അത് മാനേജ് ചെയ്യാം? അല്ല, അത് എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകളൊക്കെ പ്രൊമോഷന് പങ്കെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൊമോഷന് പങ്കെടുക്കണം, പക്ഷെ അത് അവരെ മീഡിയാസിനെ വിളിച്ചിട്ട് ഇത് ഉള്ളി നടക്കുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പുറത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ് ചോദ്യങ്ങൾ വരുന്നത്. അതാണ് ചോദിച്ചത്. അല്ല, അപ്പം അത് ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവരല്ലേ അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ ഒരു അഭിപ്രായം പറയേണ്ടതായിട്ടുണ്ടോ? അല്ല, ചേച്ചി ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡാണല്ലോ പ്രൊഡ്യൂസർ. ഞാൻ അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പം ഞാൻ അതിനൊരു മറുപടി പറയേണ്ടതായിട്ടുണ്ടോ? അല്ല, അത് തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും അസോസിയേഷനിൽ നിന്നാണല്ലോ. ഒക്കെയാണ് FFKയിൽ നിന്നായിരിക്കും. അസോസിയേഷന് തലപ്പത്തിരിക്കുന്നവരാണ്. അപ്പോൾ അത് അവരുടെ ഒരു കൂട്ടായ തീരുമാനമായിരിക്കുമല്ലോ, മീഡിയസിനെ അറിയിച്ചതും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങൾ എനിക്കറിയില്ലല്ലോ. ഞാൻ അതിനെപ്പറ്റി പ്രതികരിച്ചാൽ അത് മോശമായിട്ട് വരും. കാരണം എനിക്കറിയാത്തൊരു കാര്യമാണ്, എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് എനിക്കറിയില്ലല്ലോ. ഈ ഒരു ഫിലിമിന് പൈസ മുടക്കുന്ന ഒരു ആളെന്ന രീതിയിൽ അതിലെ താരങ്ങൾ പ്രൊമോഷൻ വരണമെന്ന് നിർബന്ധം, അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടോ, ഒരു എഗ്രിമെൻ്റ് ഉണ്ടോ? അതുപോലെ ഇനി ചേച്ചി ചെയ്യുന്ന പടത്തിൽ വന്നില്ലെങ്കിൽ ഇതൊരു പ്രസ് മീറ്റിലും വെക്കും. അതാണ് ചോദിച്ചത്. അതാണ് ചോദ്യം. ചോദ്യതായിരുന്നു ഇനി ആ ചേച്ചി ഒരു പ്രൊജക്ട് വരുമ്പോൾ ഇങ്ങനെ വന്നില്ലെങ്കിൽ ചേച്ചി ഇതുപോലെ ചെയ്യുമെന്നാണ് ചോദിച്ചത്. മീഡിയാസിനെ വിളിച്ചു വരുമ്പോൾ പറഞ്ഞ പോലെ. അല്ല, ഞാനെപ്പോഴും എല്ലാ കാര്യങ്ങളും എൻ്റെ കുടുംബകാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാം ഞാൻ മീഡിയസിലൂടെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ടോട്ടലി ഒരു എല്ലാവരും കാണുന്ന കാര്യം തന്നെയാണ്. സിനിമാ താരങ്ങളുടെ വിശേഷങ്ങളും. സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും വീട്ടിൽ പാത്ത് വയ്ക്കാൻ പറ്റുന്ന സാധനമല്ല. അത് ജനങ്ങളിലേക്ക് എത്തേണ്ട സാധനം തന്നെയാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഒരു പ്രൊമോഷൻ ആവശ്യമാണല്ലോ. അപ്പോൾ അത് മമ്മൂക്ക് വരെ വരുന്നുണ്ട് പ്രൊമോഷനുകൾക്ക്, പ്രസ് മീറ്റ് ആയിക്കോട്ടെ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. താരങ്ങൾ പ്രൊമോഷന് വരണം എന്ന് തന്നെ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഇന്ന് സംഭവിച്ച കാര്യത്തെപ്പറ്റി ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം അതെന്നു വെച്ചാൽ എൻ്റെ മാറ്ററല്ല, അത് എൻ്റെ സിനിമയല്ല, എനിക്കതിനെപ്പറ്റി അറിവില്ല. ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ അംഗമല്ല, FFKയിൽ അംഗമല്ല. ഞാൻ ജസ്റ്റ് ഒരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന എനിക്കൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്തായിട്ടുണ്ടോ? ഇല്ല. ഞാൻ അതിനെ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ എന്നോട് ചോദിക്കുന്നത് റോങ് ആണത്. ഞാനതിന് കമൻറ്റ് ചെയ്താൽ തന്നെ അത് എൻ്റെ അഭിപ്രായം മാത്രമായിരിക്കും, ശരിയല്ലേ? എൻ്റെ മാത്രം ഒപ്പീനിയൻ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ ചിലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ.
അതപ്പോൾ എൻ്റെ ഒപ്പീനിയൻ എൻ്റെ തന്നെ ഇരിക്കുന്നതല്ല എൻ്റെ ഒരു ഭംഗി. ചേച്ചിക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ട് നിലവിൽ? ഒപ്പീനിയൻ ഉണ്ട്, എല്ലാ കാര്യത്തിലും നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ. ഡിപ്പെൻസ് ആണ് അത്. ഞാൻ പറഞ്ഞില്ല, ഓരോ സിനിമയുമായിട്ട് ഡിപ്പെൻസ് ആണ്. ഹലോ, അതെല്ലാം നമുക്കറിയില്ല. ഇപ്പോൾ എൻ്റെ സിനിമയിൽ സംഭവിക്കുന്ന കാര്യമായിരിക്കില്ല മറ്റൊരു സിനിമയിൽ സംഭവിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും അവർക്കാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്, എനിക്കല്ല. ശരിയല്ലേ? ആ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചായിരിക്കും അതിനുള്ളിലുള്ളവർ പ്രവർത്തിക്കുന്നത്, അല്ല അസോസിയേഷൻസ് അതിന് നടപടി എടുക്കുന്നതും ഒക്കെ. ശരിയല്ലേ? അപ്പം ഞാൻ ഇതിൽ ആരുടെ സൈഡ് നിൽക്കണം അതെനിക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ വിശ്വസിക്കുന്നു അത് എന്തെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. പോയിക്കോട്ടെ. എനിക്ക് റീ റിലീസ് ചെയ്ത് കാണാൻ താല്പര്യമുള്ള പടം, റീ റിലീസ് ചെയ്ത് കാണാൻ ആഗ്രഹമുള്ള പടം ആരുടെയൊക്കെ സിനിമയാണ് റീ എനിക്ക് റിലീസ്? പഴയ സിനിമകളെല്ലാം ഇഷ്ടമാണ്, എല്ലാം പ്രീ റിലീസ് ചെയ്യട്ടെ. അത് അതിൽ ഏതൊക്കെ ഇപ്പം മോഹൻലാലിൻ്റെ ചോട്ട മുംബൈ അതൊക്കെ ഇറങ്ങിയല്ലോ, അതുപോലെ ഇനി ഏതൊക്കെ വരണം എന്നാണ് ആഗ്രഹം? അനിയത്തിപ്രാവ് എനിക്ക് ഇഷ്ടമുള്ളൊരു പാടാണ്. അനിയത്തിപ്രാവ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മുടെ തെന്നാവി കൊമ്പത്ത് പഴയ പടങ്ങളാണ് ഇഷ്ടം. ഉണ്ടോ വരുന്നുണ്ട്. അപ്പം അത് അങ്ങനത്തെ സിനിമകൾ. പിന്നെ മറ്റേ ലേലം, വാഴുന്നു, ഇൻഹരിയർ നഗർ ഒരുപാട് കണ്ടു. എനിക്ക് തോന്നുന്നു ഞാനൊരു ഒത്തിരി പ്രാവശ്യം കണ്ട സിനിമയാണ്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇൻഹരിയർ നഗറിൻ്റെ കുറേ പിന്നെയും സെക്കൻഡ് പാർട്ട് അത് വന്നായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ട് വരാത്ത സിനിമകൾ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് കണ്ട സിനിമകളുടെ കാണാനാണ് ഒരുപാട് വീണ്ടും ആഗ്രഹം. ഇൻഹരിയർ നഗർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമ, രസമുള്ള സിനിമയായിരുന്നു. അതുപോലെ മേലെ പറമ്പിലാണ് വീട്, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ്. ആ കാലഘട്ടത്തിലെ സിനിമകളുടെ ഒരു ഫാനാണ് ഞാൻ. എല്ലാ സിനിമകളും റിലീസ് ആവട്ടെ എന്നാണ് ആഗ്രഹം. കല്യാണരാമൻ ഇറങ്ങിയാണല്ലോ, നന്നാവും, കല്യാണരാമൻ അടിപൊളി സിനിമയായിരുന്നു. എന്നാ ചേച്ചി പറയണ്ടായി? നന്നായിരുന്നു. എന്നാ ചേച്ചി പറഞ്ഞ് എന്താണ് ഇങ്ങനെ ഈ പടം പാണ്ടിപ്പടയും കല്യാണരാമനും ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ ഒരുപാട് താല്പര്യമുണ്ടെന്നൊക്കെ പറയണ്ടായി, അതുകൊണ്ട് ചോദിച്ചത്. നവ്യ പറഞ്ഞു, നവ്യ അതിൽ ഹീറോയിനാണല്ലോ. തീർച്ചയായിട്ടും നവ്യക്ക് അത് ഭയങ്കര ആഗ്രഹമായിരിക്കും. നല്ല കാര്യമാണ്. ഞാനും അങ്ങനെ ഒരു പടത്തിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഞാനും ആഗ്രഹിക്കുമായിരുന്നു ആ സിനിമ വീണ്ടും റിലീസ് ചെയ്യണമെന്ന്. ഒന്നുമില്ല, തൽക്കാലം ഒന്നുമില്ല. ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുന്ന മൂവീസ് ഒന്നും പറഞ്ഞ് ഞങ്ങൾ വിട്ടു പോയിട്ടില്ല കേട്ടോ. സിനിമയിൽ തന്നെ ഉണ്ടാവും. ഇപ്പം അസഫ്നവും ഇല്ല, കുറച്ച് ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു. അങ്ങനെ ബിഗ് സ്മോൾ എന്നല്ല, നല്ലൊരു പ്രോജക്റ്റുമായിട്ട് വരണമെന്നാണ്. ആക്ടേഴ്സിലേ ചേച്ചിക്ക് ഇവിടെ നിന്നാൽ മതിയോ? ആരെ വെച്ച് പടം ചെയ്യാൻ